ആദ്യം തന്നെ എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ, അതിൻ്റെ ഒപ്പം തന്നെ നബിദിനാശംസകൾ. അപ്പോൾ എൻ്റെ 25 വർഷത്തിലെ എൻ്റെ ആഗ്രഹങ്ങളിൽ ഒരാഗ്രഹമാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇത്ര വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കൊന്നും വേണ്ട. ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ലാസ്റ്റ് ടൈം പൂക്കളിട്ടിട്ടുള്ളത് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. ആ സമയത്ത് ഞാനിട്ടതെന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനൊന്നും അവിടെ ഇരുന്നു എണീറ്റു, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചെറുപ്പം മുതലേ ഉള്ളൊരു ആഗ്രഹമാണ് ഈ മുറ്റത്ത് പൂക്കളിടുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും ഹിന്ദുസ് ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉമ്മയുടെ വീടിൻ്റെ അടുത്താണ് ഹിന്ദുസൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങോട്ട് വിരുന്ന് പോകുന്ന സമയത്ത് വൈകുന്നേരം ആയാൽ ഈ ഹിന്ദുസിൻ്റെ പൂക്കൾ 10 ദിവസമായിട്ട് തോന്നുന്നുണ്ട്, അത് ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ പോയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. അന്ന് മുതലേയുള്ള ആഗ്രഹമാണ് ഈ പൂക്കളിടുക. പക്ഷെ നമ്മളൊന്നും അങ്ങനെ മുസ്ലിംസ് അധികം പൂക്കളിടില്ല. ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ, അപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല അന്ന്. ഇന്നിപ്പോൾ 2025 ആയില്ലേ, ഇന്നിപ്പോൾ എല്ലാവരും ഒരേപോലെ കേരളത്തിൻ്റെ ദേശീയോത്സവമാണല്ലോ ഓണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഒന്ന് പൂക്കളിടാമെന്ന് വിചാരിച്ചു. അതിനുള്ള പരിപാടിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിപ്പോൾ എത്രത്തോളം റെഡിയാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ വലിയൊരു പൂക്കളോ അങ്ങനെ വലിയ ഇതൊന്നും അല്ല കേട്ടോ. എന്നെക്കൊണ്ടാവുന്നത് എൻ്റെ കയ്യിലുള്ള പൂക്കൾ വെച്ചിട്ട് ഒരു കുഞ്ഞു പൂക്കളം, അതായത് എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട്. ഏതായാലും പിന്നെ തിരുവോണമാണല്ലോ, ഇന്നത്തോടെ പൂക്കളിടലൊക്കെ കഴിയുമെന്നാണ് എൻ്റെ ഒരു അറിവ്. എൻ്റെ അറിവ് വെച്ചിട്ടാണ് പറയുന്നത്, എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും. അപ്പം ഞാനും ഒരു പൂക്കളിട്ടിട്ട് ഈ വർഷത്തെ ഓണപ്പൂക്കൾ അങ്ങോട്ട് അവസാനിപ്പിക്കുക എന്ന് വിചാരിച്ചു കൊണ്ടുള്ള പൂക്കളിടലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ പൂക്കളം. ഫൈനലി ഇത് റെഡി ആയിട്ടുണ്ട്. തട്ടിക്കൂട്ടൊരു പൂക്കളം. എങ്ങനെയായാലും അണ്ണാറക്കണ്ണനും തന്നാലായത്, അത്ര തന്നെ. അപ്പോൾ നിങ്ങൾ ഫൈനലൊക്കെ കണ്ടോക്ക്.